വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പൊ സൈക്കോളജി പിന്നെ വന്നിട്ടുണ്ട്, ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അപ്പൊ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ടാവാൻ ചോദിച്ചു, ഇന്ന് വീഡിയോ എടുക്കണില്ല ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങളാ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടാ, ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ എന്തായാലും അതിന്റെ സാധനങ്ങൾ കാണാം. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത്? നാരങ്ങ, മഞ്ച്, ഉപ്പ്. അപ്പൊ എന്താ നമ്മളെ ഗെയിം എങ്ങനെയാ അതും കൂടി പറഞ്ഞു കൊടുത്താ. ഓരോന്നില് എന്താ എന്തൊക്കെയാ വീണ ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്താ 4-5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. 5 ഗ്ലാസ്സിൽ ഓരോരോ സാധനങ്ങളെ പേര് വെച്ചിട്ടുണ്ട്. ലെമൺ ഉണ്ട്, ലൈസ് ഉണ്ട്, മഞ്ചുണ്ട്, സാൾട്ട് ഉണ്ട്, ഉപ്പ്, പിന്നെ വേറെ ഒന്നുമില്ല. ഒരു 4 ഗ്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ ബാക്കിൽ നിന്ന് ഒരു നാരങ്ങ എടുത്ത് ഉരുട്ടിടുക. നാരങ്ങ അല്ല വേണ്ടത്, ശരിക്കും ബോളാണ് വേണ്ടത്. ഇപ്പം കുറെ നേരം പോയിട്ട് ബോൾ നോക്കി, ബോൾ കിട്ടിയിട്ടില്ല. രാശാവൻ തന്നെ ചെറു കളിക്ക് ചെയ്തത്. അപ്പം എന്തായാലും അവിടുന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഒരാൾക്ക് 3 റൗണ്ടാണ് ഉള്ളത്. ഓരോരുത്തരും അങ്ങനെ 3 റൗണ്ടായി ചെയ്യാം. അതാവും ഒന്നുകൂടിയും ബെറ്റർ ഉണ്ടാവുക തോന്നി. അപ്പോൾ അതാ സാധനങ്ങൾ ഇതായിരിക്കണം. ലേസ് ഇരിക്കുന്നുണ്ട്, മഞ്ച് ഇരിക്കുന്നുണ്ട്, നാരങ്ങ ഇരിക്കുന്നുണ്ട്, ഉപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതിലേക്കാണോ വീണത് ഇത് ഓരോ ടൈമിലും ഓരോരുത്തരും മാറ്റി വയ്ക്കും. അപ്പോൾ ഏതിലേക്കാണ് വീണെന്ന് വെച്ചാൽ അതെന്താണുള്ളതെങ്കിൽ അത് കഴിക്കാം. അങ്ങനെയാണ് ഗെയിം വരണത്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാല്ലേ? എന്നൊരു വിളിപ്പടിച്ച. അപ്പോൾ ഫസ്റ്റത്തേല് സ്വത്താണ് കയറിയിരിക്കണത്. അപ്പോൾ പൊന്നു അതിലത്തെ ഗ്ലാസ്സുകളിലുള്ള പേരോള് മാറ്റിയിട്ട് വെക്കുക കേട്ടോ. സാധനങ്ങളുടെ പേരോള് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഏതൊക്കെ ഇരിക്കണതെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അതെന്നെ നോക്കിയിടും. മഞ്ജൂതേനാണ്, അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെന്നെ നോക്കിയിടും. ഒന്ന് തുടങ്ങുക. ലൈനിന്റെ ബാക്കിൽ നീ കുട്ടിക്കോ കുറച്ച് ജീവനോടെ. അതൊന്നും വീണില്ല. അടുത്ത് നോക്ക്. കുട്ടിക്കോ. രണ്ടാമത്തെ ട്രൈ അവന് കൊടുത്ത. അപ്പൊ അവൻ്റെ ഒന്നുമില്ല. ഇനിയിപ്പോ എന്തായാലും പൊന്നു നോക്കട്ടെ. അടുത്ത് പൊന്നു കയറിയിട്ടുണ്ട്. ഇനി പൊന്നു മാറ്റിയിട്ടെ. സ്വത്ത് ആദ്യം മാറ്റിയിട്ടെ. സ്വത്ത് മാറ്ററാ. സ്വത്ത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊരിക്കലും കൊടുക്കരുത് കണ്ടാണ് നിൽക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്ത് എന്നോടാ. എന്നാ പൊന്നു ഉരുട്ടിക്കോ. വീണു. വീണ് നോക്കട്ടെ കേട്ടോ. നാരങ്ങ. അതെന്തായാലും ഒരു നാരങ്ങ കൊടുക്കാം. ഒരു ഫുൾ നാരങ്ങ കൊടുക്കണ്ട, ഒരു പകുതി നാരങ്ങ കൊടുക്കാം. എക്സ്പ്രഷനിലായത് തിന്നോന്ന് അറിയില്ല. അപ്പൊ ഫസ്റ്റത്തെ ട്രെയിലർ തന്നെ പൊന്നൂന് നല്ല ഉഗ്രം പണിയിട്ടുണ്ട്. നാരങ്ങ കുറച്ചിട്ട് ഫുൾ നാരങ്ങ കൊടുക്കണില്ല. അപ്പൊ എന്തായാലും എടുത്ത് തിന്നോ. ഇതിന്റെ വായനട് മൊത്തമായിട്ട് വായനട്. കണ്ണെന്നൊക്കെ വെള്ളം വിട്ടുവിട്ടാതെ വരുന്നത്. ഇതിന് പറയാണ്ടല്ലോ. കേട്ടോ വായനക്ക്. അത് എന്നൊരു കളിക്ക്. ഇനിയിപ്പോ അടുത്ത് ഞാൻ കയറാം. അപ്പൊ പൊന്നുവിന്റെ സ്വത്തിന്റെ കഴിഞ്ഞ് ഓരോ ട്രൈ. അപ്പൊ ഇനി എന്തായാലും ഞാന് നിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും സ്വത്ത് സ്പ്ലിറ്റ് ചെയ്യട്ടെ. സ്പ്ലിറ്റ് ചെയ്തോ. ലേസ് കിട്ടുന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ നിക്കണത് കേട്ടോ. കിട്ടിയാ നന്ന്, അല്ലെങ്കിൽ കിട്ടിയ കിട്ടി, അല്ലെങ്കിൽ ചട്ടി. കളിക്കട്ടെ. ഇട്ടില്ലേ? ദൈവമേ. എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ക്യാമറ കൊണ്ടുപോവാ. ഇതെന്താ കാണിച്ചോക്കാം. എന്താ സാൾട്ടോ? ഉഗ്രം മണി. സാൾട്ട് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട്. എന്തായാലും ഉപ്പില്ല. അയ്യോ അയ്യോ. ഇതാ ഒരു ഇത് മൊത്തം കഴിക്കൊന്നും വേണ്ട. ഇത് ലേശർക്കാരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇടയ്ക്കെടുത്ത് ഇങ്ങനെയാണ് ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റിയ ചലഞ്ചിനെല്ലാം പണിയിട്ടുള്ളത് ആദ്യമായിട്ടാണ്. ഞാൻ വിചാരിച്ചു തുപ്പാൻ പാടൂല. തിന്നുമ്പോ നാരങ്ങന്നെ ആയിരുന്നു.
കൊറേ ചാനലിൽ കണ്ടിട്ടുണ്ട് ഉപ്പൊക്കെ തിന്നണത്. ഈ ജാതിയാണ് അങ്കന്നുള്ളത് അറിഞ്ഞിട്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞോട്ടോ. ഇനിയിപ്പോ എന്തായാലും അടുത്തത് സ്വത്ത് കയറട്ടെ. അവരാണ് ഇപ്പൊ ഇതൊന്നും കിട്ടാത്തത്. പണികളൊന്നും അവന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവനെന്തായാലും നല്ലൊരു പണി കിട്ടാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് സ്വത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ അവ നിക്കട്ടെ. സ്വത്ത് ഇപ്രാവശ്യത്തേലും വിടോ? ആ ഇട്ടാ തന്ന് അവ ഇടണവരെ അമ്മ കളിപ്പിക്കും കേട്ടോ. അവ നേരത്തെ 2 വട്ടം അവ എസ്കേപ്പ് അടിച്ചവനാണ്. അപ്പൊ ഞാൻ അത് സമ്മതിക്കില്ല. ഇനിയിപ്പോ എന്തായാലും പൊന്ന് സ്പ്ലിറ്റ് ചെയ്യട്ടെ. നന്നായിട്ട് ഷഫിൾ ചെയ്യടാ. വല്ല പാട്ട് പാടറാ സ്വത്ത്. അപ്പൊ അത് കഴിഞ്ഞ അപ്പൊ ഞാൻ പൊന്നു സ്വത്ത് കിട്ടിക്കോ. അവൻ വീഴ്ത്തി. അവന് ഇപ്രാവശ്യം കഴിച്ചിലായി. അവന് ഒന്നുമില്ല. അവൻ മാറി. അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ. ഇനിയിപ്പോ എന്തായാലും ഇനി പൊന്ന് കയറി കേട്ടെ. അടുത്തേന് പൊന്ന് കയറി നിന്നു. ഇനിയിപ്പോ സ്വത്ത് കൂടെ സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നന്നായി സ്പ്ലിറ്റ് ചെയ്തോ. അവന് നല്ല പണി കൊടുത്തേക്ക്. ആ എന്നിട്ടോ ഒട്ടിക്കോ. ആ പുറത്തേക്കാ പോയത്. അപ്പൊ ഒന്നുകൂടി ഇരട്ടെ. അപ്പൊ ഒരെണ്ണം കൂടി. ആ ഇത് കള്ളക്കളി കേട്ടോ. ഏരിക്കൊന്നും വീഴണത്. ആ വീഴട്ടെ. ആ അടുത്തത് ഉഗ്രം പോയി. പിന്നെ അപ്പൊ എന്തായാലും അവ താഴെയില്ലട്ടെ. ഇതാ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തം കൂടി നമ്മളെ പുതിയ ആളെ ജോയിൻ ചെയ്തിട്ടാ പോണു ഓടി. അപ്പൊ നാരങ്ങ നേരത്തെ മുറിച്ചുണ്ട്. അതിനെ അവൻ പിന്നെ തിന്നെയാണ്. ലേശം ഉപ്പ് വേണോ? ഉപ്പ് വേണോ? അന്ന് ലേശം ഉപ്പ് കൊടുക്കാട്ടോ. അത് വരണ അങ്ങനെ തിന്നുന്നത് ഭയങ്കര കഷ്ടാട്ടോ. അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കഴിക്കട്ടെ. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയില്ല. ഇത് ഒരു കൂസലില്ലാതെയാണ്. എന്തിനടക്കൊന്നും അറിയണില്ലേ? കണ്ണൊക്കെ വെള്ളം വരുന്നുണ്ട്. ഒരു നാരക ഫുള്ളാട്ടോ. 2 ടൈമിലായിട്ട് തിന്നുണ്ട്. ഇതിലേറ്റവും ഭാഗ്യം പോയി സ്വത്തുവിന് തന്നെയാണ്. ഒന്നും കിട്ടിയിട്ടില്ല കണക്ക് തരേ കണ്ടോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ചിരിക്കിയ പന്നി കഴിഞ്ഞാ. നാരകയുടെ നീര് മൊത്തം കഴിഞ്ഞില്ലേ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അതെന്തായാലും കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്ത് ഞാൻ കയറിക്കാം. സെക്കൻഡ് ചാൻസിന്റെ സെക്കൻഡ് ചാൻസ് ആണ്. അപ്പൊ ഇനി എന്തായാലും സ്വത്ത് സ്പ്ലിറ്റ് ചെയ്യട്ടെ. അപ്പൊ അന്ന് നന്നായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇനി നേരത്തെ പോലെ സാറ്റിട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല കേട്ടോ. എനിക്ക് കഴിക്ക. അപ്പൊ ഞാൻ എന്തായാലും ഉഷ്ടാണ്. ദൈവത്തെ ഏതായാലും നല്ലതൊന്നും കിട്ടിയ അതൊന്ന് ഏതാണ് നോക്കാ. കൊണ്ടുപോവാ ഏതാ കയ്യാണെങ്കിൽ. ആഹാ അല്ലല്ല ലെമൺ. പിന്നെ കിട്ടിയിട്ടുണ്ട് ലെമൺ. അപ്പൊ എന്തായാലും നാരങ്ങ തിന്നാ. അല്ലാതെ പാകില്ലല്ലോ. ഇവരെ കൊണ്ട് തിന്നിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കളഞ്ഞിട്ട് പറയില്ലേ. നമുക്ക് എന്തായാലും മുറിക്കാം. മുറിച്ചിട്ടുണ്ട്. ലേശം ഉപ്പിടിക്കുന്നുണ്ട് കേട്ടോ. സഹിക്കുന്നില്ല. അതുകൊണ്ടാ എക്സ്പ്രഷൻ ഇല്ലാതെ ഇന്നാക്കി വയ്ക്കില്ല. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ തിന്നിട്ടില്ല. എനിക്കിത് എങ്ങനെയാടാ നിന്ന്? അടിപൊളി ടേസ്റ്റാ. അതായത് തിന്നിട്ടുണ്ട് കേട്ടോ. ഇത് തൊലിയാണ്. നല്ല കട്ടിൽ തൊലിയാണ്. അപ്പൊ അത് എനിക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇനി അടുത്തത് സ്വത്ത്. ലാസ്റ്റത്തെ റൗണ്ട് ഇതാ സ്വത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം എന്റെ നായക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവ എന്ത് കട്ടക്കാലാണ് ഇവിടെ നടക്കണ വെച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇനിയിപ്പോ എന്തായാലും പൊന്നു സ്പ്ലിറ്റ് ചെയ്യും. സ്വത്ത് വിടും.
ഇതിപ്പോ എനിക്ക് തോന്നണത് പൊന്നോ ആർക്കും ലൈസും മഞ്ചൊന്നും കിട്ടില്ല. ഇതിപ്പോ ലാസ്റ്റ് നമ്മൾ ഇരുന്ന് തിന്നേണ്ടി ഒക്കെ കഴിഞ്ഞിട്ട് നോക്കലടാ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്താ. അവൻ കള്ളക്കളിയാ, അവൻ വെറും കള്ളക്കളിയാ. ഇപ്പൊ നോക്കിയിട്ടാണ് ഓർഡർ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പൊ. ഇതാക്കണോ എന്താടാ രസേ എന്താ ഇവിടെ സംഭവിക്കണെന്നല്ലേ ആരും മൈൻഡ് ചെയ്യാത്തതിനുള്ള ഇതിലാട്ടോ വിളിച്ചു നോക്കണ്ട്. അപ്പൊ ദാ സ്വത്തുന്റെ ചാൻസ് ആയി. സ്വത്തോ റോൾ ചെയ്തോ. ആ അപ്പൊ പൊത്തിക്ക് പോയി. എടാ അവൻ കണ്ടിട്ടുണ്ടോ? അവൻ കണ്ടിട്ടില്ലടാ. അവൻ ലേസ് ഏതാണ് അവൻ അറിയാടാ. എടാ അല്ല പോട്ടെ പോട്ടെ പോട്ടെ. അവന് ലേസ് ഏതാന്ന് അറിയാം. അപ്പൊ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യട്ടെ കേട്ടോ. അവനോട് തിരിഞ്ഞു നിൽക്കാൻ പറ. ഈ തിരിഞ്ഞു തിരിഞ്ഞു കിടക്കണ കള്ളറേടെ അവൻ. അവൻ നോക്കണോ കേട്ടോ. അവ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞിക്കടാ. അവ എന്നോടല്ലേ അറിഞ്ഞ ആയിട്ടില്ലല്ലോ. ആ മതി 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 മതി. നന്നായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അവിടെ ഇട്ടെ. ആ അതും പുറത്തേക്ക് വേടി. അത് അടുത്ത നേരം എടുത്തോ. അതായിരിക്കണോ? അത് പുറത്ത്. അവ അങ്ങനെ പണിയില്ലാതെ പോകാൻ പറ്റില്ലോ. അവ വിട്ടു കേട്ടോ. അവ വിട്ടത് ഇതാ ലൈസ്. അവ നോക്കിയാലും ഇല്ലെങ്കിലും അവ അതിലേക്കല്ലേ എത്തിട്ട് എങ്ങനെ പോയാലും. അതൊന്നും ഒരു ലൈസ് എടുത്ത് കഴിച്ചോ 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 പൊട്ടിച്ചോ. അത് നൽകി കിട്ടും. ഏറെ സന്തോഷം നോക്കി. ഭയങ്കര പൊടിപടി. അവന്റെ ബാക്കി ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് മനസ്സിലായിണ്ടാവും. ഫസ്റ്റത്തേലും കിട്ടിയില്ല, രണ്ടാമത്തേലും കിട്ടിയില്ല, അവസാനത്തേലും കിട്ടി അവന് ലൈസ്. ഇനിയിപ്പോ എന്തായാലും അടുത്തേക്ക് പോവാം. ഇനി പൊന്നു കേട്ടെ. കളൻ കളൻ അപ്പൊ പിന്നെ ഇത് ലൈസൊക്കെ വാങ്ങി പോയി നിക്ക. അപ്പൊ എന്തായാലും അവർ നിന്നിട്ടുണ്ട്. സ്വത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടെ. സ്വത്തോ സ്പ്ലിറ്റ് ചെയ്താ. സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ പൊന്നു വിടാണ്. പൊന്നുവിന്റെ ലാസ്റ്റ് റൗണ്ടാണ്. പൊന്നുട്രാ ആയി അത് കലങ്ങി. മൂന്നിലും പല കിട്ടിയ സാൾട്ട്. ഇപ്പൊ എന്തായാലും സാൾട്ട് ഇല്ല കേട്ടോ പാവം. ഇതെടുത്തോ കഴിച്ചോ. അത് ലേശെടുത്താ യാത്ര മതി. ഇവരെ എക്സ്പ്രഷൻ ഒന്നുമില്ലേ. ഇവര് ഇറക്കണോ ചെയ്ത് മിണിങ്ങിയോ വയലുണ്ടോ എങ്ങനെയുണ്ട് കഴിഞ്ഞോ? എടോ ഇത് എന്ത് മനുഷ്യനാണ്. ഇപ്പൊ എന്തായാലും ഞാൻ നിക്കട്ടെ. അങ്ങനൊക്കെ വെള്ളം വരേണ്ട പാവത്തില്ലേ. എന്തായാലും ലാസ്റ്റത്തെ റൗണ്ട് ഇല്ല അവസാനിക്കും. അപ്പൊ ഇതാ ഞാൻ നിന്നു. ഇനിയിപ്പോ സ്വത്ത് സ്പ്ലിറ്റ് ചെയ്യട്ടെ. അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഓഫ് ആയിക്കോ. ആ സ്പ്ലിറ്റിങ് എന്തായാലും കഴിഞ്ഞ്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ആടട്ടെ. പൊന്നോ 5 കിട്ടുമോ? കിട്ടുന്ന പ്രതീക്ഷ മണി കിട്ടും. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണില്ല. എന്തായാലും ഭാഗ്യം ഉണ്ടെന്ന് അറിയാം. അതില്ല. അത് പോയി ആയിസ്. മണി കിട്ടി ഗായ്സ്. സാൾട്ട് ഇതിനെ വിട്ട് പോവില്ലാന്ന് അറിയില്ലേ. അതേപോലെയാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. എന്തായാലും സാൾട്ട് എടുത്തിട്ടുണ്ട് ഞാന്. അടിപൊളി പണി. മുഖൊക്കെ മാറി 2ാം വട്ടം കിട്ടി. അപ്പൊ എന്തായാലും എന്റെ കേസ് വായിലൊന്നുമില്ല. അപ്പൊ 3 പണി കിട്ടിയത് എനിക്കും പൊന്നൂനും മാത്രം കേട്ടോ. 2 വട്ടം നാരങ്ങ കിട്ടി പൊന്നൂന്, ഒരു സാൾട്ടും കിട്ടി. എനിക്ക് 2 വട്ടം സാൾട്ടും കിട്ടി, ഒരു നാരങ്ങയും കിട്ടി. ഇവനാണ് അതിൽ ഭാഗ്യം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും അവസാനിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കളിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിന് 8 ബെൽ ബട്ടൺ കൂടി അമർത്താം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ.